ആദം നബി അലൈഹിസ്സലാമിന്റെ അരികത്ത് പോയാലോ? നമുക്ക് അള്ളാഹിനോടങ്ങ് പറഞ്ഞാൽ പോരെ? അള്ളാഹുലേക്ക് വസീലകളാകട്ടെ. അമ്പിയാഇനെ ചൊല്ലിപ്പോകാം, അമ്പിയാക്കന്മാരുണ്ടല്ലോ. നമ്മുടെ വാപ്പയുടെ അടുത്തേക്ക് പോകാം, ആദം നബി അലൈഹിസ്സലാം. ഹദീസു ശഫാഅ, വളരെ പ്രശസ്തമായ സ്വഹീഹായ ഹദീസാണിത്. ആദം നബി അലൈഹിസ്സലാമിന്റെ അരികത്ത് ചെല്ലുമ്പോൾ നബിയുനാ ആദം അലൈഹിസ്സലാം പറയും, മക്കളെ, ഇന്നല്ലാഹ ലം യഗ്ളബ് ഗളബൻ ലാ ഖബ്ലഹാ വലാ ബഅദഹ. ഈ സംഭവത്തിന് മുമ്പോ ശേഷമോ ഇതുപോലെ ഒരു ദേഷ്യം അല്ലാഹു ദേഷ്യപ്പെട്ടിട്ടില്ല. അല്ലാഹു വലിയ ദേഷ്യത്തിലാണ്. അല്ലാഹുവിനോട് സംസാരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, ആ പഴം കഴിച്ചത്. അതിന്റെ പേരിൽ ഞാൻ അള്ളാഹുവിനോട് എന്ത് പറയുമെന്ന പേടിയിലാണ്. അതുകൊണ്ട് ഇദ്ഹബു ഇലാ ഗൈരി, നിങ്ങൾ മറ്റൊരാളിലേക്ക് പോയിക്കോളൂ. ഇലാ നൂഹ് അലൈഹിസ്സലാം. എന്താണ് ഈ പറയുന്നത്? ആദം നബി അലൈഹിസ്സലാം 1000 വർഷം ജീവിച്ച നബിയാണ്. എത്ര വർഷം? 1000 വർഷം. ഹദീസിലുണ്ട് 1000 വർഷത്തിൽ ചെയ്തത് ഒരു തെറ്റ്. ആ തെറ്റിനെ കുറിച്ച് ഞാൻ പേടിയിലാണ്. നമ്മളോ, ഞാനും നിങ്ങളോ? നമുക്കൊരു പേടിയില്ലല്ലോ. നമ്മൾ പേടിക്കണ്ടേ? 1000 കൊല്ലം ജീവിച്ച മഹാൻ, ഞാൻ ഒരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, പേടിയിലാണ്, എനിക്ക് അള്ളാഹുവിനോട് പറയാൻ ധൈര്യമില്ല. ഇദ്ഹബു ഇലാ ഗൈരി. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ഹദീസിന്റെ അത്ഭുതം അതാണ്. ഒരു തെറ്റാണ് ആ പറയുന്നത്. 1000 വർഷത്തിൽ, ഒരു വർഷത്തിൽ ഒരു തെറ്റെങ്കിൽ 1000 തെറ്റ് കാണും. ഇല്ല, 1000 വർഷത്തിൽ ഒരു തെറ്റ്. ആദം നബി അലൈഹിസ്സലാം പറയും. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ അരികത്ത് ചെല്ലും. നൂഹ് നബിയെ, നിങ്ങൾ അല്ലാഹുവിന്റെ നബിമാരിൽ 950 വർഷം പ്രബോധനം ചെയ്ത, പ്രഭാഷണം ചെയ്ത, ദഅവത്ത് ചെയ്ത ആളല്ലേ? 950 കൊല്ലം നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു മഹാപ്രളയമുണ്ടാക്കി തന്നില്ലേ? അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ? നിങ്ങൾ അവ്വലു റസൂൽ, ആദ്യത്തെ റസൂലല്ലേ? അതുകൊണ്ട് നൂഹ് നബിയെ, റസൂലും നബിയും വ്യത്യാസമുണ്ട്. റസൂൽ പ്രബോധനം നിർബന്ധമാക്കപ്പെട്ടവർക്കാണ് റസൂൽ എന്ന് പറയാ. ആദം നബി അലൈഹിസ്സലാം പ്രബോധനം നിർബന്ധമായിരുന്നില്ല, വഹയുണ്ട്, അങ്ങനത്തെവർക്ക് നബി എന്നാ പറയാ. ആദം നബി അലൈഹിസ്സലാം നബിയാണ്, ഇദ്രീസ് അലൈഹിസ്സലാം നബിയാണ്. പക്ഷെ മൂന്നാമത് വന്ന നൂഹ് നബിയാണ് ആദ്യത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅലാ റസൂലിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നൂഹ് നബി അലൈഹിസ്സലാം പറയും, അല്ലാഹു വലിയ ദേഷ്യത്തിലാണ്. ഇതുപോലെ ഒരു ദേഷ്യം ഇനി ദേഷ്യപ്പെടാനില്ല. പക്ഷേ ഞാൻ എൻ്റെ മകന് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചുപോയി. ഒരു അവിശ്വാസിയായി മരിച്ച ഒരാൾ, അല്ലാഹു ഏകനാണെന്ന് വിശ്വസിക്കാതെ, പ്രവാചകനിൽ വിശ്വസിക്കാതെ മരിച്ച ഒരാൾക്ക് പാപമോചനം ചോദിക്കാൻ പാടില്ല. എൻ്റെ മകൻ ഇന്നബിനി മിൻ അഹ്ലി, അല്ലാഹുവേ എൻ്റെ മകൻ കൻആൻ, അവൻ എൻ്റെ ചോരയാണ്, അവൻ എൻ്റെ മോനാണ്. എന്റെ കൺമുമ്പിൽ വെച്ച് മരിച്ച, നോക്കണം, വാപ്പയും മോനും സംസാരിക്കുക, മോനെ ഇങ്ങോട്ട് കയറ്. ഇല്ലപ്പാ, ഞാൻ കപ്പലിലേക്കില്ല, ഞാൻ നീന്തിക്കൊള്ളാം. സആവി ഇലാ ജബലിൻ യഅസിമുനി മിനൽ മാ, ഞാൻ ആ വെള്ളമെത്താത്ത വിധം ഉയരമുള്ള പർവ്വതത്തിന്റെ മീതേക്ക് നീന്തിച്ചെല്ലാം. അപ്പൊ പറഞ്ഞു നൂഹ് നബി, ലാ ആസിമ മിനല്ലാഹി ഇല്ലാ ഇലൈഹി, ലാ ആസിമൽ യൗമ മിനല്ലാഹി ഇല്ലാ ഇലൈഹി. ഇന്ന് അല്ലാഹുവിലേക്കല്ലാതെ അഭയമില്ല മോനെ, അതുകൊണ്ട് നീ കപ്പലിലേക്ക് വാ. ഫഹാല ബൈനഹുമൽ മൗജ് ഫകാന മിനൽ മുഗ്റഖീൻ. ആ വെള്ളം വന്നിട്ട് നൂഹ് നബിന്റെ വാപ്പയുടെ കൺമുമ്പിൽ വെച്ച് മോൻ മരിക്കാൻ. അങ്ങനെ ഉണ്ടോ ഒരു ട്രാജഡി? എത്ര വേദന തോന്നും. കൺമുമ്പിൽ വെച്ച് മരിച്ചു എന്ന് പറയില്ലേ? ആ വേദനയിൽ മഹാനായ നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുവേ എൻ്റെ മകനെ നീ പുറത്തു കൊടുക്കണേ. അല്ലാഹുവിനോട് അത് ചോദിക്കാൻ പാടില്ലായിരുന്നു. കാരണം കൻആൻ ഈമാനില്ലാതെ മരിച്ചുവെന്നല്ല. അല്ലാഹു പറഞ്ഞു, ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, അവൻ തന്നെ ഒരു ദുഷ്പ്രവൃത്തിയാണല്ലോ. അതുകൊണ്ട് ജനങ്ങളെ, അല്ലാഹുവിനോട് പറയാൻ എനിക്ക് ധൈര്യമില്ല, നിങ്ങൾ പൊയ്ക്കോളൂ മറ്റൊരാളിലേക്ക്. ഇദ്ഹബൂ ഇലാ ഖലീലില്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അതായിരിക്കുന്നു ഇബ്രാഹിം നബി, അല്ലാഹുവിന്റെ ഖലീലാണ്, ഒറ്റ കൂട്ടുകാരനാണ്. അവിടേക്ക് ചെന്നേക്കൂ. യാ അല്ലാഹ്, 950 കൊല്ലം ദഅവത്ത് ചെയ്തു. അതിന്റെ മുമ്പ് 300 കൊല്ലം ജീവിച്ചു. 950 കഴിഞ്ഞ് വീണ്ടും 400 കൊല്ലം ജീവിച്ചു. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 1500ഓളം വയസ്സ് പ്രായമുണ്ട്. അതിനിടയിൽ ചെയ്ത ഒരു തെറ്റ് എന്ന് പറഞ്ഞുകൂടല്ലോ. എൻ്റെ മോനെ പുറത്തു കൊടുക്കണേ എന്ന് ചോദിച്ചു, അവിശ്വാസിയായ മരിച്ച മോനെ സംബന്ധിച്ച്. ആ പാതകത്തിന്റെ പേരിൽ എനിക്ക് അല്ലാഹുവിനോട് സംസാരിക്കാൻ ധൈര്യമില്ല. എന്താ മുഅ്മിനെ ഞാനും
നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നമ്മളൊക്കെ എന്ത് കണ്ടിട്ടാണ്? അള്ളാഹുവിൻ്റെ അടുത്തേക്കുള്ള റെക്കോർഡ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടോ? പൗരത്വം കൂടെ നിൽക്കട്ടെ, അള്ളാഹിൻ്റെ സ്വർഗത്തിലേക്ക് കടക്കാൻ നമ്മുടെ കയ്യിൽ എന്ത് റെക്കോർഡുണ്ട്? എന്ത് റെക്കോർഡുണ്ട് നമ്മുടെ കൈകളിൽ? നമ്മൾ എങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആളെ? മൂസാ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, എനിക്ക് പേടിയാണ്, ഞാൻ 3 തവണ ചെറിയ കളവ് പറഞ്ഞിട്ടുണ്ട്. എന്ത് കളവെന്നറിയോ? സലാസു കദിബാത്തിൻ നബി തങ്ങൾ പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ 3 കളവും ഫീ ദാത്തില്ലാ, അല്ലാഹുവിന് വേണ്ടി പറഞ്ഞതാണ്. അല്ലാതെ ലീവ് കിട്ടാൻ വേണ്ടി പറഞ്ഞ നുണയല്ല, അല്ലാഹുവിന് വേണ്ടി പറഞ്ഞ നുണയാണ്. ഏതാണ് ആ നുണ? ഒന്ന്, സ്വന്തം ഭാര്യയെ അക്രമിയായ രാജാവ്, ഈജിപ്ഷ്യൻ ഭരണാധികാരി പിടിച്ചു വെക്കുമെന്ന് കണ്ടപ്പോ ഇതാരാ? ഇതെന്റെ പെങ്ങളാണെന്ന് പറഞ്ഞു. എന്തേ? ഭാര്യ എന്ന് പറഞ്ഞാൽ പിടിക്കും, പെങ്ങളാന്ന് പറഞ്ഞാൽ ഒരു മനസ്സലിവ് വരുമെന്ന് വിചാരിച്ച് ആദം നബിയുടെ മക്കളെന്ന നിലയിൽ അങ്ങനെ പറയാലോ. അതാണ് ഒരു നുണ. ഹാദാ റബ്ബി, സൂര്യനെ നോക്കിയിട്ട് ഇതെന്റെ റബ്ബാണെന്ന് പറഞ്ഞു. ചന്ദ്രനെ നോക്കി, പിന്നെ പറഞ്ഞു അല്ലല്ല, അസ്തമിക്കുന്നത് എന്റെ റബ്ബല്ല എന്ന് തിരുത്തി പറഞ്ഞു. പക്ഷേ അത് പ്രത്യക്ഷത്തിൽ കളവായി തോന്നും. അത് അള്ളാഹുവിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞതാണ്. ആരായി ബിംബങ്ങളെ തച്ചുടച്ചത്? ചോദിച്ചു നോക്കൂ. അവിടെ വലിയൊരാൾ വലിയൊരു ബിംബമുണ്ടല്ലോ, ആ ബിംബമായിരിക്കണം തകർത്തത് എന്ന് വ്യംഗ്യമായി സൂചിപ്പിച്ചുകൊണ്ടൊരു വാക്ക് പറഞ്ഞു. ഈ 3 വിഷയമാണ് 200 കൊല്ലം ജീവിച്ച ഇബ്രാഹിം നബിക്ക് പറയാനുള്ളത്. ഈ 3 വിഷയം, ആ 3ഉം അള്ളാഹുവിന് വേണ്ടി പറഞ്ഞതാണ്. അതുകൊണ്ട് എനിക്ക് ധൈര്യമില്ല. നമ്മളോ മുഅ്മിനെ, നമ്മളോ? മൂസാ നബി അലൈഹിസ്സലാം അത് തന്നെ പറയും. ഞാൻ ഒരാൾ അറിയാതെ അബദ്ധത്തിൽ കൊന്നുപോയിട്ടുണ്ട്. കൊന്നതല്ല, പാവപ്പെട്ട ഒരാളെ രക്ഷിക്കാൻ വേണ്ടി അക്രമിയെ പിടിച്ചു മാറ്റിയതാണ്. അയാൾ അവിചാരിതമായി മരണപ്പെട്ടു. അതിന്റെ പേരിൽ ഞാൻ പേടിയിലാണ്. അന്ന് മൂസാ നബി നബിയായിട്ടില്ല അലൈഹിസ്സലാം. ഞാൻ പേടിയിലാണ്. പൊയ്ക്കോളൂ, എനിക്ക് പറയാൻ കഴിയില്ല. ഇലാ റൂഹില്ലാഹി വ കലിമതിഹി ഈസാ നബിയുടെ അരികത്തേക്ക് പോയിക്കോളൂ. ഈസാ നബിയും പറയും, ദാ എന്നെ കൊണ്ട് കഴിയില്ല കേട്ടോ. വലം യദ്കുറു ദംബാ, ഈസാ നബി ഒരു തെറ്റും പറയുന്നില്ല എന്നാണ്. ഞാനൊരു തെറ്റ് ചെയ്തു അതിന്റെ പേരിൽ എന്നല്ല, എനിക്കത് പറയാൻ ഞാനത് ആളല്ല. അതിനൊക്കെ പറ്റിയ ഒരാളുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടേക്ക് ചെല്ലേ, അവിടെയാണ് അതിന്റെ ആള്. തങ്ങൾ പറഞ്ഞു, അനലഹാ, ഞാനാണത് ചെയ്യാൻ അർഹനായവൻ, ഞാനത് ചെയ്യാം. അല്ലാഹുവിന്റെ അർശിന്റെ താഴത്തുനിന്ന് സുജൂദിൽ വീഴുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുവരേക്കും അതിന് ശേഷമോ ഒരാൾക്കും അല്ലാഹു അറിയിച്ചു കൊടുക്കാത്ത അല്ലാഹുവിന്റെ സ്തോത്രങ്ങളുടെ വചനങ്ങൾ നബിതങ്ങൾ ചൊല്ലുന്നു. അല്ലാഹുവിനോട് പറയുന്നു, റബ്ബേ, എന്റെ ഉമ്മത്തികളിൽ പാപികളായ ആളുകൾക്ക് പുറത്തു കൊടുക്കണമേ. അല്ലാഹു പറയുന്നു, യാ മുഹമ്മദ് നബിയേ, ഇർഫഅ റഅസക, തല ഉയർത്തൂ നബിയേ, സൽ തുഅത, ചോദിച്ചോളൂ നൽകപ്പെടാം, വശ്ഫഅ തുശഫഅ, നിങ്ങൾ ആർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നുവോ ആ റെക്കമെൻഡ് ഇവിടെ അംഗീകരിക്കപ്പെടും. ചോദിച്ചോളൂ. ഖുൽ യുസ്മഅ, അങ്ങ് പറഞ്ഞോളൂ, ഇവിടെ കേൾക്കപ്പെടും. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, എന്റെ ഉമ്മത്തികളെ, വൻപാപികൾക്ക് നോക്കണം. അവിടെ തങ്ങൾക്ക് സ്വന്തം ഭാര്യമാരെ ഓർക്കാം, മക്കളെ ഓർക്കാം, കുടുംബത്തെ പറയാം. അല്ല, എന്റെ ഉമ്മത്തികൾ, അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഉമ്മത്തികൾക്ക് പൊറുക്കണേ നബിയെ, ഞാൻ പൊറുക്കാം. നരകത്തിന്റെ അവകാശികളായി കിടക്കുന്ന ആളുകളിൽ അങ്ങയുടെ ഉമ്മത്തികളിലെ വൻപാപികളെ നിങ്ങൾ എടുത്തു കൊണ്ടുപോന്നോളൂ. മോചിപ്പിക്കപ്പെടുകയാണ്. പിന്നെയും നബി തങ്ങൾ വീണ്ടും അർശിന്റെ താഴെ പോയി സുജൂദ് ചെയ്യുന്നു. പറയുന്നു, അല്ലാഹുവേ, എന്റെ ഉമ്മത്തികളിൽ ഒരു കടക് മണിയോളം, ഒരു ബാർലിയുടെ മണിയോളം ഈമാനുള്ള ആളുകളെ ഒന്ന് രക്ഷപ്പെടുത്താൻ അനുമതി തരണം. അല്ലാഹു പറയും, നബിയേ, തല ഉയർത്തിക്കോളൂ, അത് ചെയ്തോളൂ. നരകത്തിന്റെ അവകാശികളായി കിടക്കുന്ന ഒരു ബാർലി മണിയുടെ, ഗോതമ്പ് മണിയുടെ അത്രയേ ഈമാനുള്ളൂ. പോരിൻ അവരെ കൊണ്ടുപോരുന്നു. പിന്നെ നബി തങ്ങൾ വീണ്ടും സുജൂദിൽ പോകുന്നുണ്ട്. ശഫാഅത്തിന്റെ ഹദീസുകൾ നോക്കിയാൽ കാണാൻ കഴിയും. പിന്നെ പറയും, അല്ലാഹുവേ, ഒരു കടക് മണിയുടെ അത്ര ഈമാനുള്ളവരെ ഞാൻ രക്ഷപ്പെടുത്തിക്കോട്ടെ, എന്റെ ഉമ്മത്തികളെ. ചെയ്തോളൂ നബിയേ. പിന്നെയും പറയും, അല്ലാഹു, അതിലും താഴെ ഒരു ഘടകമണിയിലും താഴെ ഈമാനുള്ളവരെ രക്ഷപ്പെടുത്തിക്കോട്ടെ.
എന്നും പറഞ്ഞ് അവരെയും രക്ഷപ്പെടുത്താൻ പറയും. എന്നിട്ട് അല്ലാഹു യഖ്ബിദു ഖബ്ലതൻ, അല്ലാഹു ഒരു പിടി ആളുകളെ അല്ലാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് മോചിപ്പിക്കുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞ മനോഹരമായ ഹദീസ്. ഈ പറഞ്ഞതിൽ ബഹുഭൂരിഭാഗം ഉലുൽ അസ്മിൽപ്പെട്ട നബിമാരാണ്. ആരാണ് ഉലുൽ അസ്ം? 5 നബിമാരാണ് ഉലുൽ അസ്മിൽപ്പെട്ടത്. നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, വനബിയുനാ മുഹമ്മദുൻ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി. ഈ 5 നബിമാരും കൂട്ടത്തിൽ ആദം നബിയും 6 പേരാണ് അള്ളാഹുവിനോട് സംസാരിക്കാൻ ധൈര്യമില്ല എന്ന് പറയുന്നത് അമ്പിയാക്കളിലെ VVIPകളാണ്. VVIPകൾ പറയുന്നത് ജീവിതത്തിൽ സംഭവിച്ച ഒരു തെറ്റിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ 2, ഇബ്രാഹിം നബി അലൈഹിസ്സലാം 3 എന്ന് പറഞ്ഞു 200 കൊല്ലത്തിൻ ആയുസ്സിനിടയിൽ. ആ VVIPകൾക്ക് ധൈര്യമില്ലെങ്കിൽ സാധാ നബിമാരുടെ പേടിയെന്ന് എത്രയാണ് നോക്കണം. ഈ ഉലുൽ അസ്മിന് ഇത്ര പേടിയാണ്, അപ്പൊ സാധാ നബിമാർക്ക് എത്ര പേടിയാണ്? അങ്ങനെയാണെങ്കിൽ അള്ളാഹിന്റെ ഔലിയാക്കന്മാർ എത്ര പേടിയിലാണ്, അള്ളാഹുവിന്റെ ശുഹദാക്കൾ എത്ര പേടിയിലാണ്, ആലിമീങ്ങൾ എത്ര പേടിയിലാണ്, സ്വാലിഹീങ്ങൾ എത്ര പേടിയിലാണ്. പിന്നെ നമ്മൾ സാധാരണക്കാരുടെ അവസ്ഥ എന്താണ്? മഹാന്മാർ ആദം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് പറയും, അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ഒരു തെറ്റുകൊണ്ടാണ് ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭ്രഷ്ട് നൽകപ്പെട്ടതെങ്കിൽ നമ്മളൊക്കെ എത്രമേൽ തെറ്റുകൾ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു നമ്മളോട് ഇറങ്ങിപ്പോയിക്കോളൂ എന്ന് പറയുമോ എന്ന് പേടിക്കണം. കഴിഞ്ഞില്ല. നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെയും ഖിദ്ർ നബി അലൈഹിസ്സലാമിന്റെയും ചരിത്രം പറഞ്ഞിടത്ത് 3 തവണ മൂസാ നബി അലൈഹിസ്സലാം ചോദ്യങ്ങൾ ചോദിച്ചു. ചോദിക്കരുത് എന്ന് പറഞ്ഞിരുന്നു ഖിദ്ർ അലൈഹിസ്സലാം. പക്ഷേ വിജ്ഞാനം നേടാനുള്ള ജിജ്ഞാസ കൊണ്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, എന്തേ ഖിദ്ർ നബിയെ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? എന്താ പറഞ്ഞത്? ഹാദാ ഫിറാഖു ബൈനി വബൈനിക്, മൂസാ നബിയെ ഇനി എൻ്റെ കൂടെ നടക്കണ്ട. 3 തവണ ചോദിച്ചപ്പോ ഖിദ്ർ നബി അലൈഹിസ്സലാം നമുക്ക് പിരിയാമെന്ന് പറഞ്ഞു. 3 തെറ്റിന് അള്ളാഹുവിനോട് എത്ര തെറ്റാ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മളോടൊക്കെ ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ടായിരിക്കോ? ഗുഡ് ബൈ എന്നല്ല, പൊയ്ക്കോ എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ? നമ്മൾ പേടിക്കണം. ആലോചിച്ച് നോക്കി, 3 തെറ്റ്, ഒരു തെറ്റ് അള്ളാഹു പുറത്തില്ല. അപ്പൊ നമ്മളൊക്കെ ചെയ്യുന്നു. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കും. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ, അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ, അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. തസ്ലു الذنوب إلى الذنوب وترتجي نزل النعيم وفوز خلد واحد ونسيت إن الله أهبط آدم من جنة المأوى بذنب واحد. മനോഹരമായ വരികളാണ്. تصل الذنوب إلى الذنوب وترتجي نعما نزل النعيم وفوز خلد واحد. തെറ്റുകൾക്ക് മേൽ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയും പാപങ്ങൾക്കുമേൽ പാപങ്ങൾ, എന്നിട്ട് മോഹിക്കുകയാണ് സ്വർഗം കിട്ടുമെന്ന്. എന്ത് മോഹായത്! ونسيت أن الله أهبط آدم من جنة المأوى بذنب واحد. നീ മറന്നുപോയോ ജന്നത്തുൽ മഅവയിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാമിനെ ഹവ്വാ ബീവിയെ ഭൂമിയിലേക്ക് ഇറക്കിയത് ഒരു തെറ്റ് കാരണം കൊണ്ടാണ്. തെറ്റിന് മേൽ തെറ്റുകൾ ചെയ്തിട്ട് പാപമോചനം ചോദിക്കാതിരിക്കുകയാണോ? നബിയുന ആദം അലൈഹിസ്സലാം ഹബത ഫിൽ ഹിന്ദ്, ഇന്ത്യയിലാണ് ഇറങ്ങിയത് എന്ന് അല്ലാമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ ആദം അലൈഹിസ്സലാം ഇറങ്ങിയത് ഇന്ത്യയിലാണ്. അപ്പൊ ഇത് നമ്മുടെ ജന്മനാട് തന്നെയാണ്, എല്ലാ മനുഷ്യരുടെയും ജന്മനാടാണ്. മനുഷ്യന്റെ ആദ്യപിതാവ് നബിയുന വസയ്യിദുന വഅബൂന ആദം അലൈഹിസ്സലാം ഇന്ത്യയിലാണ് ഇറങ്ങിയത്. വരുമ്പോ കയ്യിലൊരു സ്വർഗത്തിലെ വടിയുണ്ടായിരുന്നുവെന്നാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന സുഗന്ധം ആ വടി കാരണമാണെന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആസാമിലൊക്കെ ഇഷ്ടം പോലെ ഊതിന്റെ മരങ്ങളുണ്ട്, സുഗന്ധമുള്ള മരങ്ങൾ. ഇന്ത്യയിൽ നിന്ന് വരുന്ന ഊത്, കംബോഡിയയിൽ നിന്ന് ഊത് വരുന്നുണ്ട്, ശ്രീലങ്കയിൽ നിന്ന് വരുന്നുണ്ട്. ശ്രീലങ്ക പണ്ട് ഇന്ത്യന്റെ ഭാഗമാണ്, അത് ഇന്ത്യയായിരുന്നു. പഴയകാലത്തെ ഇന്ത്യയാണ്, പഴയകാലത്തെ സിലോൺ അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്നുവല്ലോ അത്. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് വരുന്ന സുഗന്ധമുള്ള മരം ഊതായിരിക്കാം, അല്ലാഹു ആലം.
അങ്ങനെ സുഗന്ധമുണ്ടാവാൻ കാരണം ആദം അലൈഹിസ്സലാമിന്റെ കൈകളിൽ അന്ന് സ്വർഗത്തിന്റെ വൃക്ഷത്തിന്റെ ഒരു കമ്പുണ്ടായിരുന്നു. ആ കമ്പോടുകൂടെയാണ് ഞാൻ പറയല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖുർആന്റെ മുഫസ്സിർ, അവരുടെ കൈകളിൽ സ്വർഗത്തിലെ ഒരു മരത്തിന്റെ കമ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ സുഗന്ധമുള്ള വൃക്ഷങ്ങളുണ്ട് ഇന്ത്യയിൽ. അവർ പറഞ്ഞു അമ്മാ ഹവ്വാ, മുഫസ്സിരീങ്ങൾ ഫഹബതത് ബിജദ്ദ, ഹവ്വാ ബീവി ഇറങ്ങിയത് ജിദ്ദയിലാണ്. ജിദ്ദയിലെ ടൗണിൽ തന്നെയുള്ള മഖ്ബറയിലുണ്ട് മഖ്ബറത്തു ഉമ്മിന ഹവ്വാ. ഇത് ഇപ്പോഴുണ്ടോയെന്നറിയില്ല, ഞാനത് കണ്ടിട്ടുണ്ട്, ഇനിയിപ്പം ബോർഡ് മാറ്റിയിട്ടുണ്ടോയെന്നറിയില്ല. നമ്മുടെ ഉമ്മയായ ഹവ്വാ ബീവിയുടെ ഖബർ, ജിദ്ദയിലൊക്കെ താമസിച്ച ഒരുപാട് ആളുകളാണ് നമ്മുടെ സദസ്സിലിരിക്കുന്ന ആളുകൾ. ഹവ്വാ ബീവി ജിദ്ദയിലാണ് ഇറങ്ങിയത്. ആദം നബി അലൈഹിസ്സലാം ഇന്ത്യയിലാണ് ഇറങ്ങിയത്. യാ അല്ലാഹ്, മഹാനായ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ പരീക്ഷണങ്ങളുണ്ട്. അതാണ് പറയേണ്ടത്, അതാണ് ചിന്തിക്കേണ്ടത്. വകുലാ മിൻഹാ റഗദാ, ഇഷ്ടം പോലെ തിന്നോളൂ എന്ന് സ്വർഗലോകത്ത് നിന്ന് ആജ്ഞയുണ്ടായപ്പോ ഭൂമിയിൽ വന്നാൽ ഇനി അത് നടക്കാൻ പോകുന്നില്ല. ഭൂമിയിൽ കഷ്ടപ്പാടുണ്ടാകും, വലിയ കഷ്ടപ്പാടുണ്ടാകും. അങ്ങനെ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തതൊക്കെ കേൾക്കേണ്ടി വരും. അതാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ട്രയൽ. അള്ളാഹു പരീക്ഷണം നൽകുന്നു എന്ന് പറഞ്ഞ ജീവിതമാണിത്. ഇത് സ്വർഗമല്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത് ജയിലിന് തുല്യമായ ജീവിതമാണ്. ഇവിടെ എന്ത് ആസ്വാദനമുണ്ടായാൽ തന്നെയും അങ്ങനെയാണ്. അതല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്. ജന്നത്തുൽ കാഫിരി സിജ്നുൽ മുഅ്മിനി വജന്നത്തുൽ കാഫിർ. ഒരു മുസ്ലിമിന്റെ ജയിലും ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വർഗമാണ്, ഈ ലോകം. അതുകൊണ്ട് അവർക്ക് ഇവിടുത്തെ ഏത് ആസ്വാദനവും സ്വർഗമാണ്. എന്തേ? അത് കഴിഞ്ഞാൽ കിട്ടുന്ന ശിക്ഷയിലേക്ക് നോക്കിയാൽ നമുക്ക് ഇവിടെയുള്ള എന്തും നരകതുല്യമാണ്, ജയില് തുല്യമാണ്. എന്തേ? ഇതിന് വരാൻ പോകുന്ന സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇതിലും വലുതാണ്. നന്നായി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പേര് മാത്രമുള്ള സെൻസസിൽ മുസ്ലിമായാൽ പോരാ എന്നർത്ഥം. അള്ളാഹു നമ്മെ സ്വാലിഹീങ്ങളിൽ പെടുത്തി തരട്ടെ. അതുകൊണ്ട് ഇവിടെ പരീക്ഷണമുണ്ട്, അധ്വാനിക്കണം. ആദം നബി അലൈഹിസ്സലാമിനോട് കൃഷി ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഭൂമിയിൽ സന്തോഷത്തിന്റെ നാളുകൾ വളരെ കുറവാണ്. സ്വർഗലോകത്തിന്റെ ആനന്ദപൂർണമായ ജീവിതങ്ങളിൽ നിന്ന് കഷ്ടപ്പാടിന്റെ ഒരു ലോകത്തേക്കാണ്, അധ്വാനത്തിന്റെ ലോകത്തേക്കാണ് ആദം നബി അലൈഹിസ്സലാം വരുന്നത്. അതുകൊണ്ട് ഈ ലോകത്തെ സങ്കടം കൂടുതലാണ്, സന്തോഷം കുറവാണ്. അങ്ങനെയാണല്ലോ. ഒരു കല്യാണമാണെങ്കിൽ തന്നെ അതിൻ്റെ 2-3 ദിവസം അതുവരെ ടെൻഷനാണ്. കല്യാണത്തിൻ്റെ തലേന്ന് ഒരു റാഹത്ത് തോന്നും, കല്യാണത്തിൻ്റെ അന്ന് ചിരിച്ച് 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 മനുഷ്യൻ്റെ മുഖവും ചെന്നിയൊക്കെ വേദന വരും. അങ്ങനെ പിറ്റേ ദിവസം മുതൽ ടെൻഷനായി. എന്താ ഇപ്പം നമ്മുടെ മോളെ അവസ്ഥ എന്താണ്, അവിടെ എന്താണ്, അമ്മായിമ്മ ഇപ്പം എങ്ങനെയായിരിക്കും, അമ്മായിമ്മ നമ്മളെ മോളെ കൊണ്ട് മൂക്കൊണ്ട് ക്ഷാ വരപ്പിക്കുന്ന ജാതിയാണോ, എന്തായിരിക്കും ആ വീട്ടിൽ നമ്മുടെ മോൾക്ക്, ഉമ്മാക്കും വാപ്പാക്കും ടെൻഷനായി തുടങ്ങി. അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഓരോ ഫംഗ്ഷൻ വരുമ്പോഴും ടെൻഷനുണ്ട്, കുറഞ്ഞ നേരത്തെ സന്തോഷം. ജീവിതത്തിൽ അത്രയേ ഉള്ളൂ. ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്കിന്റെ രസകരമായൊരു സംഭവമുണ്ട്. നമ്മുടെ സമയം ഇൻഷാ അല്ലാഹ് നമ്മൾ 10:15 തുടങ്ങിയത്, 12:15 2 മണിക്കൂറാവും. അപ്പോൾ എന്തായാലും 12:30 ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് അദ്ദേഹം മന്ത്രിമാരെ വിളിച്ചുകൂട്ടുകയാണ്. ഹിഷാം ഭരണാധികാരിയാണ്. അദ്ദേഹം ചോദിച്ചു മന്ത്രിമാരോട്, ഞാൻ അധികാരം ഏറ്റെടുത്ത ഒരുപാട് വർഷങ്ങൾ, ഇതിൽ നമ്മൾ സന്തോഷിച്ച ദിവസങ്ങൾ എത്രയുണ്ട് എന്ന് കൂട്ടി നോക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ അധികാരമേറ്റ ദിവസം, അധികാരത്തിന് സ്വീകരണം കിട്ടിയ ദിവസം, അങ്ങനെ സ്വീകരണം ഏറ്റുവാങ്ങിയത്, വിവാഹം, സദ്യകൾ, വലിയ വലിയ പ്രോഗ്രാമുകൾ, അങ്ങനെ വർഷങ്ങളോളം ഭരണം നടത്തിയ ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്കിന്റെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ ദിനങ്ങളായി എണ്ണാൻ കിട്ടിയത് 13 യൗമൻ, ആകെ 13 ദിവസം. 13 ദിവസമാണ് വർഷങ്ങൾക്കിടയിൽ സന്തോഷം മാത്രമുണ്ടായ ദിവസങ്ങൾ. സന്തോഷം അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും ടെൻഷൻ വരും. അപ്പം അതൊക്കെ ഒഴിവാക്കിയിട്ട് സന്തോഷം മാത്രമുള്ള ദിവസങ്ങൾ കണക്ക് കൂട്ടിയപ്പോൾ എത്ര എണ്ണം കിട്ടി? 13 എണ്ണം. അപ്പൊ ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് പറഞ്ഞു, എന്നാലേ ഇന്ന് ഞാനൊന്ന് സമാധാനിച്ചിരിക്കട്ടെ. ഈ 13-ൽ ഒരു ദിവസം കൂടെ ചേർത്തതൊരു 14 ആക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ എന്നല്ല, നാളെ എന്ന് കൂട്ടി നോക്കി, നാളത്തെ ദിവസം
ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ഗാർഡനിൽ ഇരിക്കാൻ പോവാണ്. അതുകൊണ്ട് ആരും ഒരാൾക്കും നാളെ അപ്പോയിൻമെന്റ് കൊടുക്കരുത്. ആരും എന്നെ വിളിച്ചാൽ ഒരാവശ്യവും നാളെ എന്നോട് പറയരുത്. ഒരു ടെൻഷനുള്ള കാര്യവും എൻ്റെ ചെവിയിൽ വന്ന് പറയുകയും ചെയ്യരുത്. ഒരു ദിവസം പൂർണ്ണമായും സന്തോഷിച്ചിരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ആരും ഡിസ്റ്റർബ് ചെയ്യരുത്. നാളെ എൻ്റെ സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഈ 13ലേക്ക് ഒന്നും കൂടെ ചേർത്ത് 14 മന്ത്രിമാരൊക്കെ തയ്യാറ് ചെയ്തു. പാറാവുകാരും ബോഡി ഗാർഡുകളുമൊക്കെ വിഷയം ഏറ്റെടുത്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വസ്ഥമായ തൻ്റെ ഗാർഡനിൽ ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് വിശ്രമിക്കുകയാണ്. നേരം വെളുത്തു. ഒരു ടെൻഷനും ആവരുത്. ഒരാളും ഒരു ടെൻഷനും എന്ന് പറയുന്നത് എന്നെ കേൾപ്പിക്കുകയും ചെയ്യരുത്. റെഡി റെഡി രാജാവ് പറയുന്ന പോലെ. 10 മണിയായി, 12 ഉച്ച കഴിയാൻ നോക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ഒരു അമ്പ് വന്ന് വീഴുന്നു. തൻ്റെ മുമ്പിൽ അമ്പ് വന്ന് വീണപ്പോ അദ്ദേഹം അങ്ങ് ഞെട്ടിപ്പോയി. നോക്കുമ്പോ ആ അമ്പിന്റെ മീതെ ചോരപ്പാടുണ്ട്. ചോരയുള്ള ഒരു അമ്പ് തൻ്റെ കാലിന്റെ തൊട്ടു മുമ്പിൽ വന്ന് വീണിരിക്കുകയാണ്. അദ്ദേഹം ആ അമ്പെടുത്തു. നോക്കുമ്പോ ഈ തോട്ടത്തിന്റെ മതിലിന്റെ തൊട്ടിപ്പുറത്ത് 2 വീട്ടുകാര് തമ്മിൽ ശണ്ട കൂടി അവര് പരസ്പരം അമ്പെയ്തപ്പോ ഒരുത്തന്റെ ശരീരത്തിൽ തട്ടിയ അമ്പാണ് ഇദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന് വീണത്. സമാധാനം പോയോ? പോയി. ഉച്ചവരെ കിട്ടിയുള്ളൂ. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, വലാ യൗമുൻ വാഹിദ് മാ നസ്ലമു മിനൽ മശാകിൽ. പ്രശ്നങ്ങളില്ലാത്ത ഒരു ദിവസം പോലും ഇല്ലല്ലേ. ഇന്നെങ്കിലും ഒരു സമാധാനത്തിൽ ഇരിക്കണമെന്ന് വിചാരിച്ചപ്പോ അപ്പുറത്തുനിന്ന് ഒരു അമ്പ് വന്ന് മുമ്പിലേക്ക് വീണു. ചോരപ്പാടുള്ള അമ്പ്. ഒരു ദിവസം പോലും പൂർണ്ണമായും സന്തോഷിക്കാൻ കഴിയുന്നില്ലല്ലേ. ഈ ലോകം അങ്ങനെയാണ്. ഈ ലോകം അങ്ങനെയാണ്. യാ അല്ലാഹ്, ദിമഷ്കിലെ ഇന്നത്തെ സിറിയയിലാണ്, ഡമസ്കസിലാണ് ഈ സംഭവം നടന്നത്. ലാ ദാറ ലിൽ മർഇ ബഅദൽ മൗതി യസ്കുനുഹാ إلا التي كان قبل الموت بانيها فإن بناها بخير طاب مسكنه وإن بناها بشر خاب بانيها. മനുഷ്യന്റെ മരണം കഴിഞ്ഞാൽ അവൻ ഉറങ്ങാനുള്ള വീട് മരിക്കുന്നതിന്റെ മുമ്പ് അവൻ ചെയ്തു വെച്ച സൽക്കർമ്മങ്ങളാണ്. അതാണ് പിന്നെ നാളെ വീടായി വരുന്നത്. നമ്മൾ ചെയ്യുന്ന നന്മകൾ. അല്ലാഹു ഒരുപാട് നന്മകൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വീടുണ്ടോ? എന്താ വീട്? നമ്മൾ ഇന്ന് ചെയ്യുന്ന നന്മകളാണ്. അത് ചെയ്യുന്നവർക്ക് നാളെ വീടുണ്ട്, ഇല്ലാത്തവർക്ക് വാടക ക്വാർട്ടേഴ്സ് പോലും കിട്ടൂല. അതുകൊണ്ട് എന്ത് ചെയ്യുക? നന്മ ചെയ്ത് ജീവിക്കുക. നമുക്ക് നാളെയുള്ള വീട് ഇന്ന് ചെയ്യുന്ന നന്മകളാണ്. നമ്മുടെ ഫർള് നിസ്കാരങ്ങൾ ഒന്നുപോലും നഷ്ടപ്പെടുത്താതെ സുന്നത്തുകൾ വർദ്ധിപ്പിച്ച് നാവും കയ്യും കണ്ണും കാതും അല്ലാഹുവിന് വേണ്ടി സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ഫഇൻ ബനാഹാ ബിഖൈരിൻ ത്വാബ മസ്കനുഹു وإن بناها بشر خاب بانيها. അതുകൊണ്ട് ആ വീട് നല്ലതാണെങ്കിൽ അത് നല്ല വീടാ. ആ വീട് നന്നായി എടുത്താൽ അവൻ രക്ഷപ്പെട്ടു. ആ വീട് മോശപ്പെടുത്തിയാൽ അവന് നാളെ നഷ്ടമാണ്. അതുകൊണ്ട് ഇന്ന് ചിന്തിക്കണം ഞാൻ എന്താണ് നാളത്തേക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്.